ഹായ് ഹലോ. അപ്പോൾ ഇതൊരു വീക്ക്ലി വ്ളോഗാണ്. ലാസ്റ്റ് വീക്ക് ഞങ്ങളുടെ ലൈഫിൽ നടന്ന കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. മൺഡേ ഞങ്ങൾക്ക് ഒരു റിലാക്സിങ് ഡേ ആണ്. തലേദിവസം നമ്മൾ ഫുഡ് ബിസിനസ്സിനൊക്കെ പോയിട്ട് വന്ന് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. എണീക്കണത് അതുപോലെ ലേറ്റ് ആയിട്ടാണ്. അപ്പം മൺഡേ പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ചിൽ ഡേ ആണ്. ഞങ്ങൾ ഈവനിങ് സ്കൈക്ക് വാക്സിനേഷൻ, സെക്കൻഡ് വാക്സിനേഷൻ ടൈം ആയിട്ടുണ്ട്. അപ്പം അതെടുക്കാനായിട്ട് സുനിൽ ഡോക്ടറിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്കൈക്ക് ഇച്ചിരി പേടിയാണ്, ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡ്രാമ ക്യൂനാണ്. പക്ഷേ ഇത്തവണ വലിയ കുഴപ്പമില്ലാതെ ഇരുന്നു കേട്ടോ. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലാണ്. വീട്ടിൽ മിക്ക സാധനങ്ങളൊക്കെ തീർന്നു. എത്ര ഞാൻ ലിസ്റ്റ് എഴുതിയിട്ട് പോയാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഞാൻ മറന്നിട്ടേ വരുള്ളൂ. അത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ വന്നപ്പോൾ ഞാൻ അയ്യോ അതെ വാങ്ങിച്ചില്ല, അയ്യോ ഇത് വാങ്ങിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മെജോറിറ്റി സാധനങ്ങളൊക്കെ ഞാൻ ലിസ്റ്റിൽ എഴുതി കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കാടൻ മുട്ടയും വാങ്ങിച്ചു. അപ്പം ഇതാണ് ഞങ്ങളുടെയും പിള്ളേരുടെയും നൈറ്റ് ഡിന്നർ. ഇത് പിറ്റേ ദിവസമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത ദിവസം പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രാക്ടീസൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ഫുൾ ഡേ പ്രാക്ടീസ് ആയിരുന്നു. അപ്പം അതാണ് അന്നത്തെ ദിവസം. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഇന്നാണ് പ്രോഗ്രാം ഡേ. അപ്പോൾ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രാമിന് കൊണ്ടുവേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക, ഇത് വണ്ടിയിലോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇതൊരു വലിയ ജോലിയാണ്. അപ്പോൾ ആ ജോലി ചെയ്യുന്നത് ഇച്ചായൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളും. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും അങ്ങനെ തന്നെയാണ്, ജോലികൾ ഡിവൈഡ് ചെയ്ത് ചെയ്യും. അപ്പം ഭയങ്കരമായിട്ട് ഒരു ഭാരം തോന്നില്ലല്ലോ. രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ അങ്ങ് ചെയ്യും. പ്രോഗ്രാമിന് അന്ന് രാവിലെ ഞാൻ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ചോറ് വയ്ക്കും, കറികളൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇച്ചായൻ തലേ ദിവസം ഒരു ചിക്കൻ കറി വെച്ചു, പിന്നെ ഞാനൊരു മെഴുക്ക് പുരട്ടി വെച്ചു. അപ്പോൾ അത് ചൂടാക്കി അങ്ങ് കഴിക്കുക. പിന്നെ പിള്ളേർക്കുള്ള നൊത്തോലി മത്തനും ഇട്ടിട്ടുള്ള ഫുഡും അതുമൊക്കെ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് രാവിലെ പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ഇല്ല. നമുക്ക് പ്രോഗ്രാമിന് പോകാനുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പറ എന്ന് ബാക്കിയുള്ള ജോലികളും കൂടെ ഫിനിഷ് ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 2:30 ഇറങ്ങണം. 4 മണിക്ക് അവിടെ എത്തിയിട്ട് സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പരിപാടി നടക്കുന്ന വട്ടിയൂർക്കാവാണ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ജോലികളെല്ലാം ഫിനിഷ് ചെയ്തു. ഇനി എനിക്ക് റെഡി ആവണം. പ്രോഗ്രാമിന് അതുപോലെ റീൽസിലൊക്കെ ഞാൻ അത്യാവശ്യം മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ജംപ് സൂട്ടാണ്. പ്രോഗ്രാമിന് എപ്പോഴും ഞാൻ മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സാധനങ്ങൾ വണ്ടിക്കകത്തോട്ട് കയറ്റുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വീട് വെച്ചപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ കാറിടുന്ന ഒരു കാര്യം, അതിനോടൊപ്പം തന്നെ സാധനങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കയറ്റാനും ഇറക്കാനും പറ്റുന്ന ഒരു സൗകര്യം. അത് തന്നെയാണ് ഞങ്ങൾ വീട് വയ്ക്കാനുള്ള മെയിൻ കാരണവും. ഇത് പിള്ളേർക്കുള്ള ഭക്ഷണമാണ്. നൊത്തോലി മത്തനും ഞങ്ങൾ തലേന്ന് വേവിച്ച് വെച്ചാണ് പിറ്റേ ദിവസം ചോറുമായിട്ട് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. സാധാരണ ഞങ്ങൾ രാവിലെയും വൈകിട്ടും രാത്രിയാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ട് പോവും. പിന്നെ രാത്രി നമ്മൾ വന്നിട്ട് കുറച്ച് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് നമ്മളൊരു കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. 4 മണിക്ക് എത്തി. സന്തു ആൻഡ് അനഘ, അതാണ് കല്യാണ ചെറുക്കനും പെണ്ണും. അടിപൊളി ഒരു പള്ളിയുടെ പരിസരത്താണ് ഈ ഒരു കല്യാണ മണ്ഡപം ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പള്ളി പരിസരവും കല്യാണ മണ്ഡപവും ഒക്കെയാണ്. ഞങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, സൗണ്ട് ചെക്കൊക്കെ ചെയ്യണം. പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും നേരെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ലൊരു ഊണൊക്കെ കഴിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. തലേ ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ 1 മണി കഴിഞ്ഞു. ഞങ്ങൾ നേരെ പോയത് ട്രിവാൻഡ്രം മാളിലാണ്. അവിടുത്തെ ആസാദ് എന്ന് പറയുന്നത് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ട് മീൽസ് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് അവിടുത്തെ വെജ് മീൽ ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജ് മീലും നല്ലതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെജ് മീൽ കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. നല്ല അടിപൊളി കറികളൊക്കെയാണ്. ഉള്ളിത്തീയലൊക്കെ. ഞാൻ വീട്ടിൽ ഉള്ളിത്തീയലൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം അത് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പം അങ്ങോട്ട് പോകാറുണ്ട്. ഇച്ചായനും അവിടുത്തെ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചായൻ്റെയും ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഫേവറേറ്റ് സ്പോട്ടുകളിലൊന്നാണ് ആസാദ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പം ലുലുവിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ഈ ഡിഷ് വാഷർ ടാബ്ലറ്റൊക്കെ. അപ്പോൾ അതൊക്കെ
മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കുള്ള ഡോഗ് ഫുഡും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ മെയിനായിട്ട് ചിക്കൻ, മീൻ, അതുപോലെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കരൾ, അങ്ങനെയൊക്കെയുള്ള സാധനം ലുലുവിലേക്ക് സെപ്പറേറ്റ് കിട്ടും. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ്. നമുക്ക് ഫിഷൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത ഫിഷ് കിട്ടും. അപ്പോൾ ചെന്നുടനെ വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ചാൽ മതി, കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും സ്കിന്നുള്ള ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ലുലുവിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്നാണ് മേടിക്കുന്നത്. വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് മീൻകറി റെഡിയാക്കാനുള്ള പരിപാടിയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് മടിക്കും. അപ്പം കൈയോടെ ആ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീൻ അങ്ങനെ കറി വയ്ക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ വന്ന പാടെ തന്നെ ഞാൻ പിന്നെ അടുക്കളയിൽ കയറി മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടി. സിമ്പിൾ മീൻകറിയാണ്, അങ്ങനെ വലിയ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ തലേ ദിവസം വെച്ചുണ്ടാക്കുന്ന മീൻകറി പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രഷായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും തലേന്ന് വെച്ച് പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നമ്മൾ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, വീട്ടിൽ വന്ന് കറിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ മീൻകറി അടുപ്പത്താക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. അതിനിടയ്ക്ക് ഇച്ചാൻ നല്ലൊരു ബ്ലാക്ക് ടീ ഇട്ട് തന്നു. അപ്പം ഞാനതൊക്കെ കുടിച്ചിട്ടാണ് വീണ്ടും ബാക്കി പരിപാടി ചെയ്യുന്നത്. ഞങ്ങൾ രാത്രി ചോറ് വെച്ചായിരുന്നു. രാത്രി ഞങ്ങൾ ചോറ് കഴിക്കാറില്ല, പിള്ളേർക്ക് രാത്രിത്തെ ഫുഡിന് വേണ്ടി ചോറ് വെച്ചതാണ്. പിറ്റേ ദിവസം ഈ ചോറിൽ വെള്ളം ഒഴിച്ച് ഞങ്ങൾ പഴഞ്ചോറായിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ പഴഞ്ചോറ് കഴിക്കാറുണ്ട്. പിള്ളേർക്ക് ലുലുന്ന് വാങ്ങിച്ചിട്ടുള്ള കരളും മത്തനും ഒക്കെ കൂടെ ചേർത്ത് നമ്മളൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കി അത് ചോറുമായിട്ട് കുഴച്ചാണ് രാത്രി അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബാക്കി ചോറ് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം പഴഞ്ചോറായിട്ട് അടിക്കും. തലേദിവസം വെച്ച മീൻകറിയും പഴഞ്ചോറും നല്ലൊരു കോമ്പിനേഷനാണ്. പാപ്പു മിണ്ടാതെ നിൽക്കും കേട്ടോ ഫുഡ് വരുന്ന സമയത്ത്. പക്ഷേ സ്കൈക്ക് ഒട്ടും ക്ഷമയില്ല. അവൾ ഇച്ചിരി, ഞാൻ പറഞ്ഞല്ലോ, ചട്ടമ്പിയാണ്. അപ്പോൾ അവൾ ഫുഡ് ഇച്ചിരി അഗ്രഷനുള്ള ആളാണ്, ബഹളമൊക്കെ വയ്ക്കും ഫുഡ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ മീൻകറി ഇതാ ഇവിടെ സെറ്റ്. നാളെ രാവിലെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കും. പിന്നെ പിള്ളേർ കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം അവർ പിന്നെ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. രാത്രി ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരിക്കുന്ന പരിപാടിയുണ്ട്. ഇങ്ങനെ ചിപ്സൊക്കെ കഴിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും, എന്തെങ്കിലും സിനിമയൊക്കെ കാണും. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസമാണ്. നമ്മൾ തലേദിവസം വെച്ച മീൻകറി ഉണ്ടോ, സെറ്റല്ലേ, നല്ലപോലെ മസാലയൊക്കെ മീനിൽ പിടിച്ചിട്ടുണ്ട്. മെഴുക്ക് വരട്ടിക്ക് ഇച്ചാൻ ചീര അരിഞ്ഞു വന്നു. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ മെഴുക്ക് വരട്ടിയാക്കി. ഞങ്ങൾക്ക് ഇന്നൊരു വലിയ ടാസ്ക് ഉണ്ട്. ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കൈ ഒന്ന് കുളിപ്പിക്കണം. അപ്പോൾ ഇച്ചാൻ ഹെയർ ഒക്കെ കോംബ് ചെയ്ത് തരും, ഞാനാണ് അവിടെ കുളിപ്പിക്കുന്നത്. ഇവളുടെ സ്കിന്നിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ലാസ്റ്റ് വാക്സിൻ എടുക്കാൻ പോയ സമയത്ത് തന്നെ സുനിൽ ഡോക്ടറിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം കൂടെ കാണിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ ഒരു ഷാമ്പുവും ഒരു ടോണിക്കും ഒക്കെ തന്നായിരുന്നു. ഷാമ്പു ഇതാണ് ഷാമ്പു. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് കൊച്ചിനെ കുളിപ്പിക്കാൻ പോകുന്നത്. അപ്പം കുളിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവൾ മിണ്ടാതേക്ക് നിന്ന് തരും. ചട്ടമ്പി ആണെങ്കിൽ അവൾ കുളിപ്പിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടാണ് അവൾ കുളിപ്പിക്കുന്നത്. ഷാമ്പു കുറച്ച് നേരം ദേഹത്ത് വച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദേഹത്ത് അത് കുറച്ച് നേരം ഇട്ട് വച്ചതിന് ശേഷമാണ് കുളിപ്പിച്ചത്. കുളിപ്പിച്ച് കഴിയുമ്പം ആൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹെയറൊക്കെ ആണ് ഇവർക്ക് കൂടുതലുള്ളത്. പാപ്പൂനെ അങ്ങനെ തന്നെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ഇത്രയേ കാണുകയുള്ളൂ. അപ്പോൾ അവൾക്ക് തണുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുടച്ചിട്ട് ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇവളുടെ ഹെയർ ഈസിയാണ് ഡ്രൈ ചെയ്തെടുക്കാൻ. പാപ്പൂൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവന് കേളി ഹെയറാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കുളിപ്പിച്ച ടവലും ഞാൻ നനയാതെ ഇട്ടുന്ന ടവലും ഒക്കെ നനയ്ക്കാൻ ടെറസിലോട്ട് കയറി. ടെറസിൽ ഉച്ച സമയത്താണെങ്കിൽ നല്ല കാറ്റാണ്. ഞാൻ അതിനുശേഷം പോയി ഒന്ന് ഫ്രഷായി മേലൊക്കെ കഴുകി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഇനി പോയി ഫുഡൊക്കെ കഴിക്കണം. തുണിയും വിരിച്ചിട്ട് നേരെ ഞാൻ താഴോട്ട് പോയപ്പം രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു. അപ്പം ഞാനും കുറച്ച് നേരം അവരുടെ കൂടെ നിന്ന് കളിച്ചു. അപ്പം ഇതാണ് ഞങ്ങളുടെ തലേ ദിവസത്തെ പഴഞ്ചോറും മീൻകറിയും ചീര മെഴുക്ക് പുരട്ടിയും. അപ്പം നല്ലൊരു ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു, കാരണം രാവിലെ നല്ല ജോലിയായിരുന്നു. അപ്പോൾ ഇത് വൈകിട്ടാണ് പിള്ളേർക്കുള്ള ഫിഷും മത്തനും കൂടെ. അവർക്കും ചാള കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിച്ച് വെച്ചു. ഇനി ചോറുമായിട്ട് അവർക്ക് കൊടുക്കണം. പിന്നെ പാത്രങ്ങളെല്ലാം ഡിഷ് വാഷറിനകത്ത് കയറ്റി. ഡിഷ് വാഷർ ഉള്ളതൊരു വലിയൊരു ഉപകാരമാണ്. പകുതി ജോലി അവിടെ കുറയും കേട്ടോ. അപ്പോൾ പിള്ളേർക്കുള്ള ഫുഡ് വേണ്ടേ അതൊക്കെ മിക്സ് ചെയ്ത് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇതേ കണ്ടോ, അവൾ ഭയങ്കര ചാട്ടമാണ് കേട്ടോ. അവൾ സമ്മതിക്കില്ല ഫുഡ് അവൾക്ക് കൊടുക്കണ വരെ അവൾ ഭയങ്കര ബഹളമാണ്. പാപ്പു ഫുഡ് കഴിച്ച് അങ്ങ് പോകും, പക്ഷെ ഇവള് പോവില്ല. ഇവളുടെ പാത്രവും പാപ്പുവിൻ്റെ പാത്രവും ക്ലീൻ ചെയ്തിട്ടാണ് പോണത്. കണ്ടോ, ഈവനിങ് ഞാൻ തൂക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങി, പിള്ളേരെയും പുറത്തിറക്കി. രാവിലെയും വൈകിട്ടും അവരെ പുറത്തിറക്കും കളിക്കാനായിട്ട്. കണ്ടോ, അവൾ എന്നെ തൂക്കാനും സമ്മതിക്കുന്നില്ല. ഭയങ്കര കളിയാണ് കേട്ടോ. ഇപ്പം ചെറുതായതുകൊണ്ട് തന്നെ ചൂലിൻ്റെ പിറകെയൊക്കെയാണ് ഓട്ടം. ഇത്തവണ ചാലയിൽ എനിക്ക് പോകാൻ പറ്റിയില്ല, കുറച്ച് ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ഇച്ചാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പം നാളെ നമുക്ക് ഫുഡ് ബിസിനസ്സിന് ഇറങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഇച്ചാൻ വാങ്ങിച്ചിട്ട് വന്നു. വരുന്ന വഴിക്ക് ജയിൽ ചപ്പാത്തിയും പൊറോട്ടയും അവിടുത്തെ ചില്ലി ചിക്കനും കുറുമയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അതാണ് ഞങ്ങളുടെ നൈറ്റ് ഡിന്നർ. ഫുഡ് കഴിക്കുന്ന ടൈമിൽ തന്നെ ഹോട്ട്സ്റ്റാറിൽ സർവമായ മൂവി വന്നിട്ടുണ്ട്. അപ്പം അത്
കണ്ടിട്ടില്ല, അപ്പോൾ അതും കൂടെ കാണണം. പടം ഞങ്ങൾ കണ്ടു, ഒരു ആവറേജ് പടമാണ്, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു വീക്ക്ലി വ്ളോഗ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.